ഷാനി സാർ, നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞു. ഹമാസിന്റെ നടുവൊടിഞ്ഞു. ഹമാസിന്റെ അവസാനത്തെ തലവനായിട്ടുള്ള യഹിയ സിൻഹാറിനെയും ബങ്കറിനകത്ത് കയറി ഹൂറിമാർക്ക് സമർപ്പിച്ച് ഇസ്രായേൽ മടങ്ങി. അതിനുശേഷം ഹിസ്ബുള്ളയുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് വരുന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവൻ നസറുള്ളയെ ഇസ്രായേൽ 10,000 കിലോ ബോംബ് അവന്റെ മണ്ടയിലൂടെ ഇട്ട് നശിപ്പിച്ചു കഴിഞ്ഞു. അവന്റെ കൂട്ടത്തിൽ അവന്റെ മകളും കാലപുരിക്ക് അയച്ചു കഴിഞ്ഞു ഇസ്രായേൽ എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഒരുപാട് പേര് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഈ കേരളത്തിൽ ഒരുപാട് ഹമാസ് അനുകൂലികളുണ്ട്. ഈ ഹമാസ് അനുകൂലികൾ ഇസ്രായേലിൽ ചെന്ന് ഈ ഹമാസ് അനുകൂലി ആയാൽ എങ്ങനെയിരിക്കും? ഈ ഇടയ്ക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നല്ലോ. അതായത് ഇസ്രായേൽ മലയാളികളെ തെരഞ്ഞു പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഇസ്രായേലിൽ കിടന്നുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധത പറയുക, ഇസ്രായേലിലേക്ക് ഇനി മലയാളികൾ പോകുന്ന സമയത്ത് അവർക്ക് വിസ ബാൻ ഉണ്ടാക്കി കൊടുക്കുക ഇസ്രായേൽ. അതൊക്കെയാണ് ഇസ്രായേൽ ഇപ്പോ ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു ഒരു ക്രെഡിബിലിറ്റി തന്നെ അവിടെ പോയി നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് കേരളത്തിലുള്ള ഹമാസ് അനുകൂലികൾ കാണിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സാറിന്റെ പ്രതികരണം എന്താണ്? അല്ല, ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും കൂടെ അനാവശ്യമായിട്ട് ഇസ്രായേലിനെതിരെ, അതായത് ഈ കേരളത്തിൽ ഒത്തിരി പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വർഷമായിട്ട് നടത്തുന്നുണ്ട്. ഇസ്രായേലിനെ എതിരെയും തീവ്രവാദികളായ ജിഹാദികളായിട്ടുള്ള ഹമാസ്, ഹിസ്ബുള്ള, പാലസ്തീൻ ഇവരുമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നടത്തുന്നുണ്ട്. അത് ഒരു പൊളിറ്റിക്കൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ഇവിടെ നടത്തുന്നതായിരുന്നു ആദ്യത്തെ ആചാരം. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആയിട്ട് ഭീകരപ്രവർത്തനത്തിനുള്ള സപ്പോർട്ടായിട്ട് മാറി. എന്ന് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും ഹൈലി റാഡിക്കലൈസ്ഡ് ആയിട്ട് മാറി. ആന്റി സെമിറ്റിസം, ഇസ്രായേൽ വിരുദ്ധത സ്വായത്തമാക്കിയിട്ടുണ്ട്. ജിഹാദി സപ്പോർട്ടുകളായിട്ട് പ്രായണ ഇവിടുന്ന് പോകുന്ന, ഈവൻ ഇസ്രായേലിലോട്ട് പോയ ഇവിടുന്ന് പോയ പല ക്രിസ്ത്യൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ പോലും ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇസ്രായേൽ കണ്ടുപിടിച്ചു. അവരിവിടെ ഉണ്ടായിരുന്നപ്പോഴും അവിടെ ചെന്നിട്ടു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ രാജ്യസുരക്ഷയുടെ പേരിൽ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്ക് അവിടെ ജീവിക്കാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, പെർസെപ്ഷൻ, നമ്മളോടുള്ള ആ സ്നേഹം, ഇസ്രായേലിനോടുള്ള ആ സ്നേഹത്തിൽ ഇവർ കാണിക്കുന്ന ഈ ഗുലുമാല് കാരണം ഒരു മാറ്റം വന്നിട്ടുണ്ട്, അല്ലെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് കറക്റ്റ് ആയിട്ടുള്ള പോളിസിയാണ് എടുത്തത്. ഇസ്രായേലിനെ പിന്തുണയ്ക്കുവാനും ഇസ്രായേലിന് ആയുധം കൊടുക്കാനും ഇസ്രായേലിന് എല്ലാ സഹായം ചെയ്യാനും ജിഹാദികൾക്കെതിരായിട്ടുള്ള കൃത്യമായ പോളിസിയാണ് എടുത്തത്. അതുകൊണ്ട് അവർക്ക് നമ്മളോട് ഒരു നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും സെൻട്രൽ ഗവൺമെന്റുമാണ്. അത് ഒരു എന്താണ്, ആലോചിക്കാതെ തന്നെ, ആരോടും ആലോചിക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് ഗവൺമെന്റ് ശരിയായ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് അങ്ങനെ സൂത്രത്തിൽ പോയി എടുക്കുകയല്ല ചെയ്തത്. 100% ഉറപ്പായ ഒരു തീരുമാനമാണ് ഗവൺമെന്റ് എടുത്തത്. അപ്പോ ഇന്ത്യൻ പ്രതിപക്ഷം അതിന്റെ കൂടെ ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കേണ്ടതിന് പകരം ഇവിടുത്തെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയാണ് ഈ തെണ്ടിത്തരം കാണിച്ചത്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ. അപ്പൊ ആ സമരത്തെ ബ്രൂട്ടലായിട്ട് അടിച്ചമർത്തേണ്ട ചുമതല കേരള ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഉണ്ടായിരുന്നു. അവരത് ചെയ്തില്ല. ഈ സമരം ഇങ്ങനെ പോകാതിരിച്ചു. ഓൺലൈനിൽ കൂടെ ഇസ്രായേലിനെതിരെയുള്ള പ്രചരണം നടത്തി. അപ്പൊ അതുകൊണ്ട് അവർ നോക്കുമ്പോൾ ഈ ലോകത്തിന്റെ വേറൊരിടത്തും ഇന്ന് ലോകത്ത് ഹമാസ് പോരാളികൾ, ഹമാസ് ജിഹാദികളും ഫൈറ്റേഴ്സും ഉള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. ബാക്കി എല്ലായിടത്തും ഹമാസ് ഒതുങ്ങി. ആ ഏരിയയിലുള്ള ഇസ്രായേലിന്റെ ഏരിയയിലുള്ളവരെ ഇസ്രായേലിൽ തട്ടി, ബാക്കിയുള്ളവരെ അതാത് രാജ്യങ്ങൾ ഒതുക്കി. ഇനി ഹമാസിനെ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ജിഹാദി ചേർത്താന്മാരുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് ഗവൺമെന്റിന്റെ പിന്തുണയോടെയാണ് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഹിസ്ബുള്ളയ്ക്കിട്ട് ഇപ്പൊ പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നവരും കേരളത്തിലേ ഉള്ളൂ, ബാക്കി ഒരിടത്തും ഇല്ല. അതുകൊണ്ട് അത് കേരളത്തിന്റെ ഇമേജ്, മലയാളിയുടെ ഇമേജ്, ഇന്ത്യയുടെ ഇമേജ് ബാധിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. കാരണം പാകിസ്ഥാനാണ് പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു രാജ്യം, ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു രാജ്യം. ഇപ്പോ ഇവിടെ മനസ്സിൽ കിടക്കുന്ന, കേരളത്തിൽ മനസ്സിൽ കിടക്കുന്ന പാകിസ്ഥാൻ പ്രേമവും ജിഹാദും ഈ ഇന്ത്യ അലയൻസിലെ കുറെ കക്ഷികളും ചേർന്നാണ് ഈ കേരളത്തിലെ തൊഴിൽ തേടുന്ന ആൾക്കാർക്ക്, അല്ലെ തൊഴിൽ തേടുന്ന ആൾക്കാർക്ക് പുറത്തു പോകാൻ ഈസി ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. വലിയ പഠിപ്പൊന്നും വേണ്ട, അവിടെ പോയി എന്തെങ്കിലും ജോലി ചെയ്താൽ കാശ് മിച്ചം കിട്ടും, സുരക്ഷിതത്വം ഉണ്ട്. അപ്പം ഇതിനെയെല്ലാം ഇവര് ഇസ്രായേലെ ഇവർ ഉദ്ദേശിക്കും. ഇപ്പൊ ചെറിയ രാജ്യമാണെങ്കിലും അത് അധികം താമസിയാതെ വലുതാവും. അത് അതിന്റെ സമീപ പ്രദേശങ്ങൾ, പണ്ടുണ്ടായിരുന്ന വിശാല ഇസ്രായേൽ, നമ്മൾ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന പോലെ വിശാല ഇസ്രായേൽ അവിടെ സ്ഥാപിതമാകുന്നു. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവിടെ ഉണ്ട്. ഭാവിയിൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലമാണ് ഇസ്രായേൽ. കാരണം അവർക്ക് ടെക്നോളജി ഉണ്ട്. ലോകത്തിലെ മെജോറിറ്റി ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ജൂതന്മാരുടെയാണ്.
അപ്പൊ അങ്ങനെയല്ല ഉള്ളു. അപ്പൊ അതിനെ അതായത് നമുക്ക് ഇനി മുമ്പിൽ കിട്ടാനുള്ള ആനുകൂല്യങ്ങളെ അഡ്വാൻസ് ആയിട്ട് നശിപ്പിക്കാനുള്ള പരിപാടിയാണ് കേരളത്തിലെ ഇടതന്മാരും വലതന്മാരും പ്രസ്റ്റിറ്റ്യൂട്ട് മീഡിയ. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഈ യുദ്ധം ഒരു വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ കേരളത്തിലെ നാശം പിടിച്ച ജിഹാദി അടിമകളായിട്ടുള്ള മീഡിയ, മാതൃഭൂമി, മറ്റേ ഏഷ്യാനെറ്റ്, മനോരമ, റിപ്പോർട്ടർ, 24, മാധ്യമം തുടങ്ങിയ ആൾക്കാരാണ് ഈ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ മറ്റു ലോകത്ത് പല ഐഡിയോളജി ഉള്ള മീഡിയ ഉണ്ട് ലോകത്ത്, അതിനൊന്നും ഐഡിയോളജിക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ തീവ്രവാദികളെ ഓപ്പൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയകൾ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തുമില്ല, വേറെ ഒരു ലാംഗ്വേജ് ഇല്ല. അപ്പൊ അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അധിക്ഷേപിക്കുന്ന മീഡിയയും കേരളത്തിലേ ഉള്ളൂ. ജനങ്ങളോ രാഷ്ട്രീയക്കാരോ മാത്രമല്ല, മീഡിയയും ആ ലൈനിൽ തന്നെയാണ് പിടിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ എന്താണേലും ഈ യുദ്ധത്തിൽ വിജയിക്കും, അതിന് തർക്കമൊന്നുമില്ല. അവര് ഈ ഇവിടെ കിടന്ന് ജിഹാദികൾ ബഹളം വെച്ചോണ്ടൊന്നും കാര്യമില്ല. ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ജയിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഹമാസിനെ, ഹിസ്ബുള്ളെ എല്ലാം അവർ തീർക്കും. കൂടുതൽ രാജ്യങ്ങൾ ഇടപെട്ടാൽ അവരെ അവർ തീർക്കും. ആകെ കേരള ഗവൺമെന്റിനോ അല്ലെ കേരളത്തിലെ മീഡിയയ്ക്കോ രാഷ്ട്രീയക്കാർക്കോ ഒക്കെ കൂടുതൽ സങ്കടമുണ്ട്. ഇങ്ങനെ ജിഹാദികൾ അവിടെ കൊല്ലപ്പെടുന്നത് സങ്കടം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കുരുമുളക്, ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ ഉള്ള സാധനം, കുറച്ച് കുരുമുളക് കയറ്റുമതി ചെയ്യുക. എന്നിട്ട് ഇസ്രായേലിനോട് പറയുക, ഈ ബോംബ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ മുകളിൽ നിന്ന് 1-2 കുരുമുളക് പൊടി കൂടെ തൂളി വിട്ടേക്കാൻ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ താഴെ ഈ ചത്ത് കിടക്കുന്ന പന്നിയുടെ മുകളിലോട്ട് ഈ കുരുമുളക് വീണോളും. അപ്പൊ അവിടെ താഴെ നടക്കുന്ന പട്ടികൾക്കൊക്കെ വേണേൽ തിന്നാം. കുരുമുളക് പോർക്ക് ഫ്രൈ വിത്ത് പെപ്പർ. അതാണ് ഇവരോട് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ നിയമത്തെയും ഇന്ത്യൻ ഗവൺമെന്റിനെയും ധിക്കരിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഈ പരിപാടികൾ നിർത്തുക. തീവ്രവാദ സപ്പോർട്ടും ജിഹാദി സപ്പോർട്ടും ഒക്കെ നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്ത്യ അലയൻസിലെ ഒരു തെണ്ടി പ്രശാന്ത് ഭൂഷൺ എന്നോ പപ്പുവിന്റെ ആളാ പോയി കേസ് കൊടുത്തു. ഇസ്രായേലിന് ആഹാരം കൊടുക്കാൻ പാടില്ല, ആയുധം കൊടുക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് കേസ് കൊടുത്തു. പക്ഷെ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ആ പടി പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ പ്രതിപക്ഷത്തിന്റെ ഹർജി സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഇവിടെ കിടന്ന് മീഡിയയും പ്രതിപക്ഷവും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടെ കിടന്ന് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഒരു നടപടി കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന പരിപാടി കേരളത്തിലെ ഇടത് വലത് ആൾക്കാർ ഉപേക്ഷിക്കണം. കാരണം ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ അവിടെ പോകുന്നതാണ്, സമാധാനമായിട്ട് ജോലി ചെയ്യുന്നതാണ്. ഇസ്രായേലുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ലോകത്ത് എല്ലായിടത്തും ഇപ്പം കൃഷിയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന ടെക്നോളജികളെല്ലാം ഇസ്രായേൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ പ്രാവർത്തികമാക്കി കേരളത്തെ ലാഭത്തിൽ എത്തിക്കേണ്ട, കേരളത്തിന് കൂടുതൽ ഇൻകം നൽകുന്ന പരിപാടികൾ തുടങ്ങേണ്ടതിന് പകരം ഇസ്രായേലിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ദൈവജനമാണ് ഇസ്രായേൽ. കമ്മ്യൂണിസ്റ്റുകൾ നോക്കിയാലൊന്നും അതിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതെങ്കിലും ഇവര് ദേവി അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്രായേൽ ഒരു പ്രതിഷേധം വരുന്നുണ്ട്. ഒക്ടോബർ 7-ാം തീയതിയോ 2-ാം തീയതിയോ ആണെന്നാണ് എന്റെ ഓർമ്മ. അന്നാണല്ലോ കഴിഞ്ഞ വർഷം ഹമാസ് അങ്ങോട്ടേക്ക് മിസൈൽ അയച്ച് വാങ്ങിച്ചു പിടിച്ചത്. അപ്പൊ ഇന്ത്യയിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എന്നാണ് അവർ പറയുന്നത്. കേരളത്തിൽ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഈ ഫലസ്തീൻ അനുകൂല ഫലസ്തീൻ അനുകൂല ഒരു റാലി, ഒരു പ്രതിഷേധം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടത്താനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനൊരു സാധനം ഉടനെ വരുന്നുണ്ട് ഈ മുസ്ലിംസിനെ പ്രീണിപ്പിക്കാനായിട്ട് ഇവിടെ. അല്ല, അത് പ്രീണിപ്പിക്കുക എന്നുള്ളതൊക്കെ വോട്ട് ചെയ്യുന്നതിന് പരിധിയൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് രാജ്യത്തിന്റെ നിയമങ്ങളെയും രാജ്യസുരക്ഷയും ലംഘിച്ചോണ്ടാകരുത്. വോട്ട് കിട്ടാൻ വേണ്ടി ഇവരെന്തെങ്കിലും കോനാരം കാണിക്കുന്നുണ്ടെങ്കിൽ കാണിച്ചോട്ടെ. പക്ഷെ ഒറ്റ കാര്യം കമ്മ്യൂണിസ്റ്റുകളോട് പറയുന്നു, ഈ പ്രതിഷേധത്തിന് പോകുമ്പം പേജർ കൊണ്ടുപോകരുത്, പറ്റുമെങ്കിൽ മൊബൈലും കൊണ്ടുപോകരുത്. അതുകൊണ്ട് ഇന്ത്യയിലെ പേജർ ഒക്കെ ഒരു കാരണവശാലും ഏതെങ്കിലും ജിഹാദി തരുന്ന പേജറും എടുത്ത് ബെൽറ്റയിലോട്ട് പിടിപ്പിച്ചുകൊണ്ട് നേരെ പോകരുത്. ഇസ്രായേലിന് സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി ലോകത്ത് എവിടെയോ ഉണ്ട്. അവരത് ചെയ്യേണ്ടവരെ അത് കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആവേശം മൂത്ത് ജിഹാദി തരുന്ന പേജറും മൊബൈലും ഒക്കെ ആയിട്ട് ഈ ഒക്ടോബർ 7 പ്രചരണത്തിന് പോകരുതെന്ന് ഇവിടുത്തെ ഇടത് മണ്ടന്മാരോടും അന്തംകമ്മികളോടും ഒക്കെ. കാരണം ഇമാർക്ക് വിവരമില്ല, ഇമാർ എന്തെങ്കിലും സാധനങ്ങൾ കൈ കിട്ടിയാൽ അതും ഏറ്റുപിടിച്ച് പോകും. അതുകൊണ്ട് ഒക്ടോബർ 7 ഞങ്ങളും ഓൺലൈനായിട്ട്, റോഡിൽ ഇറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല, ഓൺലൈനായിട്ട് ഞങ്ങളും ഒരു പ്രചരണം ഇടുകയാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ഇസ്രായേലിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്യുക. കാരണം ഇസ്രായേൽ ബോംബ് ഇട്ട ശേഷം അതിന്റെ മോളിൽ കൂടെ തൂവി വിടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇവിടുന്ന് കയറ്റുമതി ചെയ്യണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ കടമയാണ്, ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്ത്യയെ എല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ തെണ്ടി നടക്കുന്ന പട്ടിക്ക് വെറുതെ ഈ
കുരുമുളകൊന്നും ഇല്ലാതെ പന്നിയിറച്ചിക്ക് ഒരു ടേസ്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് കുരുമുളകും കൂടെ മുകളിൽ കൂടെ ഇട്ട് വിട്ടേക്കുകയാണെങ്കിൽ ഈ ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ ചത്തുപോകുന്ന ജിഹാദി പന്നികളെ പട്ടിക്ക് ഇച്ചിരൂടെ ടേസ്റ്റ് ആയിട്ട് തിന്നാം. ഈ ഇതാണ് ഇടയ്ക്ക് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നത് സാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു സ്ത്രീ പറയുകയാണ്, ഇസ്രായേലിൽ ഒരു സ്ത്രീ പറയുകയാണ്, ഇവിടെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെ പിടിച്ച് ജയിലിലിടുകയാണ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. പോരാത്തതിന് ഇവന്മാരെ ജയിലിലിട്ട ശേഷമാണ് ഇവന്മാരെ ഡിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, ജയിലിലിട്ടാ പോരാ, അവരെ ശരിക്കും ഇസ്രായേലിൽ പോയിരുന്നിട്ട് ഹമാസിനെയോ ഹിസ്ബുള്ളിയോ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരെ അവർ നിയമപരമായിട്ട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വേറൊരു രാജ്യത്ത് പോയത്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, സൗദി അറേബ്യയിലോ ഈ ജിഹാദിയുടെ രാജ്യത്ത് എവിടെയെങ്കിലും പോയിരുന്നു തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്താൽ അവർ ജയിലിടുകയല്ല ചെയ്യുന്നു, തലവെട്ടും. ഇപ്പൊ യു എയിൽ പാലസ്തീൻ എന്ന് പറയാൻ പറ്റും, അബുദാബിയിൽ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് പോകും. ആ നിയമം വന്നു കഴിഞ്ഞു. ആണ് അല്ല, അവിടെയൊക്കെ അതായത് തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വധശിക്ഷ വേണമെന്ന കാര്യത്തിൽ ലോകത്ത് ഇപ്പൊ ഏക അഭിപ്രായമാണുള്ളത്. തീവ്രവാദികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ നിയമം, തൂക്കിക്കൊല്ലോ, തലവെട്ടോ, വെടിവെച്ച് കൊല്ലോ, ഓരോ രാജ്യത്തിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അപ്പം ഇവിടുന്ന് മലയാളികൾ തീവ്രവാദം മൂത്താണ്, അതായത് ഇവിടുന്ന് ഹൈലി റാഡിക്കലൈസ്ഡ് ആയി, പ്രോ ജിഹാദിയായി, കമ്മ്യൂണിസ്റ്റ് ആയി, കോൺഗ്രസ് ആയി, ഇവരെല്ലാം ജിഹാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ അലയൻസ് പാർട്ടികളാണ്. അവരുടെ പ്രവർത്തകരെ റാഡിക്കലൈസ് ചെയ്യാണ്. അതൊരു വലിയ അപകടമാണ്. ഇന്ത്യ അലയൻസ് കക്ഷികൾ അവരുടെ പ്രവർത്തകരെ, അത് ജിഹാദികളെ മാത്രമല്ല ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സിഖുകാരെയും ബുദ്ധന്മാരെയും ജൈനന്മാരെയും ഒക്കെ ഇസ്രായേലിനെതിരായിട്ടും വലതുപക്ഷത്തിനെതിരായിട്ടും റാഡിക്കലൈസ് ചെയ്യാണ്. ആ റാഡിക്കലൈസേഷൻ കൊണ്ട് ഈ പപ്പുക്കാരും പാർട്ടിയും ചെയ്യുന്ന ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വേള അല്ലെ ഒരു സാഹചര്യത്തിൽ ഇവർ പൊട്ടിത്തെറിക്കാനോ തീവ്രവാദത്തിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാനോ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെന്നുവിട്ടാൽ പെട്ടെന്ന് ഈ ജിഹാദി നെറ്റ്വർക്കിൽ കൂടി എന്തെങ്കിലും ഡയറക്റ്റ് ആക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ 1920 ഒരു ഉദാഹരണം ഞാൻ പറയാം. 1921 ഈ വാര്യംകുന്നനും പാർട്ടി ഇവിടെ ജിഹാദ് ഉണ്ടാക്കിയപ്പം ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരമാണെന്നും കാർഷിക സമരമാണെന്നും ഒക്കെ കുറെ കള്ളത്തരം പറഞ്ഞ് കുറെ ആൾക്കാരെ റാഡിക്കലൈസ്ഡ് ആയിട്ട് കൂടെ കൂട്ടി. ആ കൂടെ കൂട്ടിയവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിച്ചത്? അവരവരുടെ ആൾക്കാരെ കൊല്ലാനാണ് ഉപയോഗിച്ചത്. ഐഡന്റിഫൈ ചെയ്യാനും കൊല്ലാനും സ്കെച്ച് ചെയ്യാനുമാണ് ഉപയോഗിച്ചത്. ഈ അല്ലാതെ ശരിക്കും സ്വാതന്ത്ര്യ സമരം ആയിരുന്നില്ല. ഇവിടെ അവരുടെ മതരാജ്യം ഉണ്ടാക്കാൻ മറ്റുള്ള മാസ്റ്ററെ സൂത്രം പറഞ്ഞ് കൂടെ കൂട്ടി അവരെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതേ പരിപാടിയാണ് ഇന്ത്യ അലയൻസുകാര് ഈ ഹമാസിന് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നത്. വേറെ മാനവികത അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൂടെ കൂട്ടിയിട്ട് ഇസ്രായേലിനെ വെറുതെ ശത്രുവായിട്ട് ചിത്രീകരിച്ച് അവർക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കി, അവർക്കെതിരെ ഒരു മാൻ പവർ ഉണ്ടാക്കി വിടുകയാണ് കഴിഞ്ഞ 10-30 വർഷമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇസ്രായേൽ പിടിച്ച് അവരെ ജയിലിലാക്കുകയും അവരെ തീർച്ചയായിട്ടും ശക്തമായ ശിക്ഷ അവർക്ക് കൊടുക്കണം. കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇസ്രായേലിന്റെ കൂടെയാണ്, അൺഡൗട്ടബിളി. അത് ഇന്ത്യയുടെ എല്ലാ റിസോഴ്സസും ഇസ്രായേലിന്റെ കൂടെ തന്നെയാണുള്ളത്. അതായത് അല്ല, ഇപ്പൊ ഇത്രയൊക്കെ പറയുമെങ്കിലും ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യം, നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒരു ഹമാസ് നേതാവിനെ കൊണ്ടുവന്ന് ഇവർ പ്രസംഗിപ്പിച്ചല്ലോ. കേന്ദ്രം എന്തുകൊണ്ടാണ് അനങ്ങാത്തത്? ഈ കേന്ദ്രം, ഞാൻ പറയട്ടെ, കേന്ദ്രം ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും എന്തുകൊണ്ട് ഒരു ഭീകരവാദ അല്ലെങ്കിൽ ഒരു നിരോധിത സംഘടനയായിട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ? അതായത് കേന്ദ്ര ഗവൺമെന്റ് വളരെ പാസീവാണ്. അവരങ്ങനെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കാര്യമായ നടപടികളൊന്നും എടുത്തില്ല. ആകെ ആയുധമെടുത്ത് പോരാടിയ നക്സലുകൾക്കും ആയുധമെടുത്ത് പോരാടിയ നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദികൾക്കെതിരെയും ആയുധമെടുത്ത് പോരാടിയ കാശ്മീരിലെ തീവ്രവാദി, 3 കാറ്റഗറിക്കെതിരെ മാത്രമേ നടപടി എടുത്തുള്ളൂ കേന്ദ്ര ഗവൺമെന്റ്. ബാക്കിയുള്ളവർക്കെതിരെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ജനാധിപത്യമായ രീതിയിൽ എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും പോകട്ടെ എന്നുള്ള ഒരു രീതിയിൽ മാത്രമേ എടുത്തുള്ളൂ. അതായത് സംസാരിക്കുന്നതിന്റെ പേരിൽ നടപടിയില്ല, ആയുധമെടുത്ത് പോരാടുന്നവർക്കെതിരെ മാത്രം നടപടി എന്നുള്ളതാണ് BJPയുടെ ഒരു പൊതുനയം. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കെതിരെ മാത്രം പോരാടിയാൽ മതി എന്നുള്ളതാണ്. അല്ലാത്തവർ പറയുന്നവർ പറയട്ടെ, പറയുന്നവരെ എല്ലാം പിടിക്കാൻ പോയാൽ അതിനെ സമയം കാണത്തുള്ളൂ. പക്ഷെ ആ ഒരു സൗമനസ്യത്തെ വളരെ എന്താണ് ഒരു ലൂപ്പ് ഹോളായിട്ട് അല്ലെ ഒരു എൻട്രി ആയിട്ട് കണ്ടുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷവും തീവ്രവാദികളും ഓക്കെ ഈ ഗവൺമെന്റ് നടപടിയൊന്നും എടുക്കത്തില്ല, ഞങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ കോടതികൾ, പർട്ടിക്കുലർലി സുപ്രീം കോടതി അടക്കമുള്ള ആൾക്കാർ രാജ്യത്ത് ലഹള ഉണ്ടാക്കുന്നവരെയും രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്നവരെയും പിന്തുണയ്ക്കുന്ന നിലപാടാണ് സൂത്രത്തില്. ഇപ്പൊ നമ്മൾ കർഷക ലഹള വന്നപ്പോഴും ബാക്കി CAA NRC സമരത്തിലും ഒക്കെ കണ്ടതാണ്. കോടതി വളരെ ഡയറക്റ്റ് ആയിട്ട് പ്രതിപക്ഷത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ലഹളക്കാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ടും കൂടി ആയിരിക്കാം ഗവൺമെന്റ് എന്തെങ്കിലും പറയുന്നോ പറയട്ടെ എന്നുള്ള ഒരു ലെവലിലോട്ട് പോയത്. തെറ്റാണ്, നടപടി എടുക്കേണ്ടതായിരുന്നു. നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ്, ഗവൺമെന്റ് നടപടി എടുക്കേണ്ടത് തന്നെ ആയിരുന്നു. പക്ഷെ ഗവൺമെന്റ് എന്തുകൊണ്ടോ നടപടി എടുത്തിട്ടില്ല. ഇനി ചിലപ്പോൾ എടുക്കുമായിരിക്കും, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എടുക്കുമായിരിക്കും. എന്താണേലും ഈ ഗവൺമെന്റ് നടപടി എടുക്കുന്നില്ല എന്നുള്ളത് കുറ്റം ചെയ്യാനുള്ള ഒരു ന്യായീകരണമല്ല, രാജ്യദ്രോഹം ചെയ്യാനുള്ള. ഗവൺമെന്റ് നടപടി അല്ല, അതിൽ ഞാൻ പ്രധാനമായിട്ട് ചോദിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് കുറ്റകരമാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇപ്പൊ ഇവിടെ ഹമാസിനെ അനുകൂലിച്ച് ഒരാൾ സംസാരിക്കുന്നു, അത് ഇസ്രായേലിൽ പോയി സംസാരിച്ചാൽ അത് കുറ്റകരമാണ്. കാരണം
ഇസ്രായേലിൽ ഹമാസ് ഭീകര സംഘടനയാണ്. ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. പോപ്പുലർ ഫ്രണ്ടിനെ എന്നൊരു നിരോധിത സംഘടനയായിട്ട്, എന്നൊരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചോ, അതിനുശേഷം ആരും പോപ്പുലർ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാനോ ധൈര്യമായിട്ട് ഞാനൊരു പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്ന് പറയാൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ഹമാസിനെ ഇന്ത്യയിൽ ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രോമാരും പിന്നീട് തലപൊക്കില്ല. ആരും ഹമാസിനെ പച്ചയ്ക്ക് നടു റോഡിൽ വന്ന് നിന്നിട്ട് ഞാൻ ഒരു ഹമാസ് അനുകൂലിയാണ്, ഹമാസിനെ പിന്തുണ എന്ന് പറയില്ല. ഈവൻ മീഡിയ വൺ പോലും പറയും. അതുകൊണ്ട് എന്തുകൊണ്ട് അവരെ ഒരു നിരോധിത സംഘടനയായിട്ട് ഇന്ത്യയിൽ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ ലളിതമായിട്ടുള്ള ഒരു സംശയം. അതായത് ഈ ഫോറിനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സംഘടനകളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിരോധിക്കുന്നതിന്റെ അകത്ത് ഉള്ള നിയമവശം ഉം, എന്താണെന്ന് എനിക്കറിയില്ല. കുറെ സംഘടനകളെയൊക്കെ ഉം, ചില കാലഘട്ടങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉം, LTTEക്ക് നിരോധനമുണ്ട് ഇന്ത്യയിൽ. പക്ഷെ ഒരു ഉം, കാര്യമുണ്ട്, അതിന്റെ നിരോധനം നീക്കി കിട്ടാൻ വേണ്ടി, LTTയുടെ നിരോധനം നീക്കി കിട്ടാൻ വേണ്ടി ഇപ്പോഴും കേസുകൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഉം, ഒത്തിരി ആൾക്കാർ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ വിദേശത്ത് ഇതുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ വരുന്നത്, വിദേശത്തുള്ള ഒരു സംഘടന ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇവിടെ ഒഫീഷ്യലായിട്ട് ഇവരാരും പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. അൺഒഫീഷ്യലായിട്ട് മാത്രമേ ഉള്ളായിരിക്കും. ഇപ്പൊ പാകിസ്ഥാനിലെ ഉം. പല സംഘടനകൾക്കും ഇന്ത്യയിൽ നിരോധനമുണ്ട്. പാകിസ്ഥാനിലുള്ള പല അതെ, സംഘടനകൾക്കും ഇന്ത്യയിൽ നിരോധനമുണ്ട്. കാരണം അത് അവർ ഇന്ത്യക്ക് അവര് അകത്തുള്ളത് കൊണ്ടാണോ? അവർ ഇന്ത്യക്ക് അകത്തുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഖാലിസ്ഥാനും ആ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഉം, ഇതിനൊക്കെ നിരോധനമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇത് വരാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നാൽ പോലും ഗവൺമെന്റ് അതിൽ നടപടി എടുക്കേണ്ടതാണ്, അതിൽ ചിന്തിക്കേണ്ടതാണ്. ആ ഒരു ഭാഗം എടുക്കേണ്ടതാണ്. ഇനി ഗവൺമെന്റ് ചിന്തിക്കുമായിരിക്കും. കാരണം ഈ ഫോറിനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന തീവ്രവാദ സംഘടനകളെയും ഗവൺമെന്റ് നിരോധിക്കേണ്ടതാണ്, ന്യായമായിട്ട് നിരോധിക്കേണ്ട. പക്ഷെ കേരളം എല്ലാ ലിമിറ്റും കടന്നു. ഞാൻ ഇതിന്റെ അകത്ത് ഈ ഒരു കാര്യത്തില് കേരളത്തിലെ ജിഹാദികളെ അല്ല കുറ്റം പറയുന്നത്. ഈ ജിഹാദികളുടെ പ്രചരണത്തിൽ വീണ് പോകുന്ന ഒത്തിരി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമാണ് ഇവിടെ പോയി കമ്മിയാണ് കൊങ്കിയാണെന്ന് പറഞ്ഞ് ഇസ്രായേലിൽ പോയി ജയിലിൽ കയറുന്നത്. അതായത് ഇവിടെ ഉം. ഉള്ളതില് ഒരു ജിഹാദി പോയി അവന് വേണ്ടി പൊട്ടിത്തെറിച്ചാൽ അതിനൊരു ന്യായവേലും പറയാം, അവന്റെ ആൾക്കാരെന്ന് പറയാം. പക്ഷേ ഈ കേരളത്തിലെ ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയും കേരളത്തിൽ ഹിന്ദുവായിട്ടും ക്രിസ്ത്യാനിയായിട്ടും ജനിച്ച മരപ്പൊട്ടന്മാരാണ് ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്, ഞാൻ മറ്റേ ഇന്ത്യ അലയൻസ് ആണെന്നും പറഞ്ഞ് ഹമാസിന്റെ കൂടെ തുള്ളാൻ ഇറങ്ങുന്നത്. ഒരു തുപ്പൽ ബിരിയാണിക്ക് വേണ്ടിയാന്ന് വിചാരിക്കണം. ഒരു നേരത്തെ തുപ്പൽ ബിരിയാണിക്ക് വേണ്ടിയാണ് ഈ പ്രചരണത്തിന് പോകുന്നത്. ഇനി അതും പോട്ടെ, അത് കഴിഞ്ഞ് ഇസ്രായേലിൽ ജോലി കിട്ടി, എന്നിട്ട് അവിടെ ചെന്നിരുന്ന് ഫേസ്ബുക്കിൽ കൂടെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ ഹമാസിനെ ഹിസ്ബുള്ള ഇന്നത്തെ ഇത്രയും ടെക്നോളജി ഉണ്ട്, ടെക്നോളജി മൊത്തം ഇസ്രായേലുകാരനെ ഇല്ല, അവൻ പുട്ടുപോലെ തെളിവ് സഹിതം പൊക്കും. അപ്പൊ അത് കാരണം ഇതെല്ലാം എന്താന്ന് വെച്ചാല് ഒത്തിരി പേര് ഇപ്പൊ ഇസ്രായേലിലോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പോയിരിക്കുന്നതിൽ പോളിടെക്നിക് അന്തംഗമി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് വേറെ ഏത് അന്തംഗമിയെ നിങ്ങൾക്ക് പറഞ്ഞു നന്നാക്കാം, പോളിടെക്നിക് അത് ശരി. അന്തംഗമിയെ പോളിടെക്നിക് അന്തംഗമിയെ നിങ്ങൾക്ക് ഒരിക്കലും നന്നാക്കാൻ പറ്റത്തില്ല. പോളിടെക്നിക് അന്തംഗമിയാണ് ഈ ഇസ്രായേലിൽ പോയി ഇപ്പൊ അകത്ത് പോയിരിക്കുന്നതിൽ പലരും. അതായത് ചെറിയ ടെക്നിക്കൽ പരിപാടികളൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും ടെക്നീഷ്യൻ, അവരാണ് അവിടെ പോയിട്ട് കമ്മ്യൂണിസം അവിടെ വിതയ്ക്കാനും കൊയ്യാനും ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത്. ഇതുപോലത്തെ കുറെ എണ്ണം പോളിടെക്നിക് അന്തംഗമികൾ ഇസ്രായേലിൽ മാത്രമല്ല അമേരിക്കയിലും യൂറോപ്പിലും പോയിട്ടുണ്ട്. അടുത്ത വീട്ടിലെ നേഴ്സ് കൊച്ചിനെ കെട്ടി പോയിരിക്കുക. അപ്പൊ അവിടെ വലിയ പണിയൊന്നുമില്ല ഇവന്മാർക്ക്. ഫ്യൂവൽ പമ്പിംഗ് എഞ്ചിനീയർ എന്നും പറഞ്ഞ് പെട്രോൾ പമ്പിൽ നിൽക്കുകയാണ് ഈ കമ്മികൾ. പഠിച്ചപ്പം കോളേജിൽ പഠിക്കാൻ പഠിച്ചു. അതെ അതെ ഫ്യൂവൽ പമ്പിംഗ് അതെ എഞ്ചിനീയർ, ഫ്യൂവൽ പമ്പിംഗ് എഞ്ചിനീയർ ജോലി എന്താടാ നിനക്ക്? ജോലി ഫ്യൂവൽ പമ്പിംഗ് എഞ്ചിനീയർ. പെട്രോൾ അടിച്ചു കൊടുക്കുക. പഠിച്ചത് എവിടെയാ? പഠിച്ചത് എവിടെയാ? പോളിടെക്നിക്കില്. എന്തായിരുന്നു പരിപാടി? SFI കളിക്കുകയായിരുന്നു. ഒന്നും അറിയത്തില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല. അപ്പൊ ഇവര് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ സമയം കിട്ടുമ്പോൾ ഫേസ്ബുക്കിൽ കയറി ഇരുന്നിട്ട് ഇരട്ട ചങ്കുണ്ട്, വേൾഡ് നമ്പർ 1 കേരളമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നീ വേൾഡ് നമ്പർ 1 കേരളമാണെങ്കിൽ നീ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? നീ എന്തിനാണ് ഇസ്രായേലിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയിരിക്കുന്നത്? അത് എനിക്ക് എവിടെ വേണേ പോകാം, അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇവിടെ ജോലി ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് പോലീസ് കേസ് ആയി കഴിഞ്ഞപ്പോഴാണ് കാരണന്മാർ ഇടപെട്ട് ഇവന്മാരെ അങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് കമ്മ്യൂണിസം ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുക. ഇവിടെ ഇരിക്കുന്നവരെ കമ്മ്യൂണിസത്തിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഇവിടെ ഇരിക്കുന്നവരെ പഠിപ്പിക്കുക. അപ്പൊ കുറെ നേരത്തേന് ഇത് സായിപ്പ് ഇസ്രായേലുകാരനും ഒക്കെ ഇവന്റെ അഭ്യാസം കുറെ നേരത്തേന് സഹിക്കും, അത് കഴിയുമ്പോൾ പിടിച്ചകത്തിടും. അത്രേ ഉള്ള സംഭവം. ഇവിടെ ഇപ്പൊ ഇതേ പ്രശ്നം ഇവിടെ ബാംഗ്ലൂരും ഉണ്ട്. കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് തൊഴിലില്ലാതെ ഇവിടെ വന്ന് ജോലി കിട്ടുന്ന പലരും കമ്മ്യൂണിസം നടപ്പിലാക്കി. ഈയിടെ ഒരു ഓണത്തിന്റെ പൂക്കളം ഒരു കമ്മ്യൂണിസ്റ്റുകാരി ചവിട്ടി തെറിപ്പിക്കുന്നത് ഉണ്ടായിരുന്നു. ഓണത്തിന് പൂക്കളം വിട്ടത്, ഫ്ലാറ്റിൽ പൂക്കളം വിട്ടത് ആ ഒരു കമ്മ്യൂണിസ്റ്റുകാരി അത് ചവിട്ടി മെതിച്ച് എന്താണ് അവർ പറഞ്ഞ ന്യായം, മുഖ്യമന്ത്രിയുടെ ഫണ്ടിലോട്ട് വയനാടിന്റെ ദുരന്തത്തിന് ആ ഫ്ലാറ്റിലുള്ളവർ പൈസ കൊടുത്തില്ല, അതുകൊണ്ട് കേരളത്തിൽ ജോലിയില്ല, ഇവിടെ വന്ന് ജോലി കിട്ടി, ഇവിടെ ജീവിക്കുന്നതിന് പകരം ഇവിടെയുള്ള ആൾക്കാര് ഓണം ആഘോഷിക്കുന്നത് ചവിട്ടി മെതിച്ചു. ഇതേ അഭ്യാസം തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകളെ എവിടെ പോയാലും. അവിടെ കുട്ടികളിൽ തന്നെ ഇവിടെ കമ്മ്യൂണിസം കേരളത്തിൽ കൂട്ടുകയാണ്. കമ്മ്യൂണിസ്റ്റിനെക്കാട്ടിലും മോശമാണ് കോൺഗ്രസ്. ഇവർ രണ്ടുപേരും ജിഹാദികളെ പിന്തുണയ്ക്കുകയാണ്. അപ്പൊ അവര് ഹിന്ദു ആൾക്കെതിരെയും ഇന്ത്യക്കെതിരെയും ഇന്ത്യയുടെ നയങ്ങൾക്കെതിരെയും ഇവർ ചെയ്യുന്ന ഒരു ഈ ഇസ്രായേലിലുള്ള മലയാളികൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഇസ്രായേലിൽ പോയ കമ്മികളും കൊങ്ങികളുമായിട്ടുള്ള മലയാളികൾ ചെയ്യുന്ന ഒരു രാജ്യദ്രോഹമുണ്ട്.
നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസിക്കെതിരെ അവിടെ പോയിരുന്ന് അഭ്യാസം കളിക്കാൻ ഇവർക്ക് അധികാരമില്ല. അത് തന്നെ രാജ്യദ്രോഹമാണ്, മറ്റുള്ള ജനങ്ങൾക്കും അത് ദ്രോഹമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തമായ നിയമങ്ങൾ, ഒന്ന് ഫോറിൻ തീവ്രവാദ സംഘടനകളെയും ജിഹാദി സംഘടനകളെയും ഇന്ത്യയിലിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നിരോധിക്കുക, അവർക്ക് പ്രോപ്പറായ നിരോധനം ഏർപ്പെടുത്തുക. രണ്ട്, ഈ ഇന്ത്യൻ പാസ്പോർട്ടിൽ പുറത്തു പോയിരുന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പോളിസികൾക്കെതിരായിട്ട് ബഹളം ഉണ്ടാക്കുകയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അർജന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ആ ബില്ലിലൂടെ, കൃത്യമായ നിയമത്തിലൂടെ അത് ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ അഭിമാനവും ജനങ്ങളുടെ സുരക്ഷിതത്വവും കൃത്യമായിട്ട് നിലനിർത്താൻ പറ്റത്തുള്ളൂ. അതെ, എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മലയാളിയെ ഇസ്രായേൽ നിരോധിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ഒരു അത്തരത്തിലൊരു സാഹചര്യം വരെ ഇസ്രായേൽ ചിലപ്പോൾ സ്വീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഈ അന്തം കമ്മികളെ കൊണ്ട് ഉണ്ടാകുന്ന ശല്യം എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. യുവമാർക്ക് ക്യൂബയിൽ നിന്ന് വാക്സിൻ വേണം, മറ്റേടത്ത് ഇത് വേണം, മറ്റേ ഡോക്ടർമാർ അവിടെ നിന്ന് ഇറങ്ങി വരണം, ചൈനയിൽ പട്ടാളക്കാര് അക്സായിച്ചിന് മാത്രമല്ല ലഡാക്കും ചൈനയ്ക്ക് കൊടുക്കണം എന്നിങ്ങനെയുള്ള യൗമാരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാത്ത ഇപ്പൊ സാധാരണ മലയാളികൾ പോലും, ഇപ്പൊ നമുക്കറിയാം സൗമ്യ എന്ന് പറയുന്ന നേഴ്സിനെയൊക്കെ നമുക്കറിയാം. സൗമ്യ ഇസ്രായേലിന്റെ ഹമാസിന്റെ ആക്രമണത്തിൽ ആ മിസൈലിന്റെ ചീള് പൊട്ടി മരിച്ച ഒരു നേഴ്സായിരുന്നു സൗമ്യ എന്ന് പറയുന്നത്. ആ നേഴ്സിന് ഒരു അന്ത്യാഞ്ജലി ഇടാൻ പോലും, ആദരാഞ്ജലി ഇടാൻ പോലും കേരളത്തിലെ ഇവിടെയുള്ള നമ്മുടെ രാഷ്ട്രീയക്കാരുടെ മുട്ടിടിച്ചു എന്നുള്ളതാണ്. ഒന്ന് പോയി കാണാൻ പോലും. അപ്പൊ ആ സമയത്ത് എനിക്കൊന്ന് മാണി സി കാപ്പനാണ് ഒന്ന് നെഞ്ചു പിരിച്ചു നിന്ന് അവർക്കൊരു ആദരാഞ്ജലികൾ അർപ്പിച്ചത്. കാരണം ആദരാഞ്ജലികൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെയുള്ള സുഡാപ്പികൾ അതിന്റെ താഴെ വന്നിട്ട് ജയ് വിളി തുടങ്ങും എന്നുള്ളതാണ്. ഹമാസിനൊക്കെ ജയ് വിളി തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണ് പോക്കെങ്കിൽ മലയാളിക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റാത്തൊരു അവസ്ഥ വരും. കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദയവ് ചെയ്ത് മലയാളികളെ നാണം കെടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. നന്ദി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.